ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സിൻ്റെ 24ാമത്തെ ദിവസമാണ്. 2020-ലും 2022-ലും ചോദിച്ച 10th ലെവൽ പ്രിലിംസിൻ്റെ 11 സ്റ്റേജുകളിലുള്ള 1100 ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വസ്തുക്കളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കരുതാം. ഒപ്പം നമ്മൾ അനുബന്ധ വസ്തുക്കളും കടന്നു പോകുന്നുണ്ട്. 50 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. ഇന്ന് 24ാമത്തെ ദിവസമാണ്. ആദ്യമായിട്ട് കാണുന്നവർ മുന്നേയുള്ള വീഡിയോ കൂടി കാണുന്നത് നന്നായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, അതുപോലെ തന്നെ പോർഷൻ വൈസ് ആയിട്ടുള്ള ഡേ വൈസ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ കിട്ടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ, വീണ്ടും നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാനാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. സജി ചെറിയാൻ വഹിക്കുന്ന ചുമതലകൾ: ഫിഷറീസ് സജി ചെറിയാനാണ്, ഹാർബർ എഞ്ചിനീയറിംഗ് സജി ചെറിയാനാണ്, ഫിഷറീസ് സർവകലാശാല സജി ചെറിയാനാണ്, യുവജനകാര്യവും സാംസ്കാരിക കാര്യവും സജി ചെറിയാനാണ്. അതിനോടൊപ്പം ഓർത്തു വയ്ക്കുക, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, രണ്ടെണ്ണണ്ടേ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒന്നുണ്ട്, ചലച്ചിത്ര അക്കാദമി ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡും ഉണ്ട്. അപ്പോൾ യുവജനകാര്യവും സാംസ്കാരികവും അതിൽപ്പെട്ടതാണല്ലോ ഈ ചലച്ചിത്രം, ചലച്ചിത്ര അക്കാദമി, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. അതിനോടൊപ്പം ഫിഷറീസ് ഉണ്ട് എന്ന് ഓർത്തു വയ്ക്കുക. സജി ചെറിയാൻ്റെ വകുപ്പുകളാണ്. ഫിഷറീസിൽപ്പെട്ടതാണല്ലോ ഹാർബർ എഞ്ചിനീയറിംഗ് ഒക്കെ, അതുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 ചലച്ചിത്ര അക്കാദമി രൂപവൽക്കരിക്കുന്നത്. ചെയർമാൻ രഞ്ജിത്താണ്. 1998 ചലച്ചിത്ര അക്കാദമി രൂപവൽക്കരിക്കുന്നത്. കൊല്ലം ഏതാണ്? 1998, 2000-ന് 2 വർഷം മുമ്പേ. ചലച്ചിത്ര അക്കാദമിയുടെ കീഴിൽ നടക്കുന്ന വളരെ പ്രസിദ്ധമായ ഒന്നാണ് IFFK, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. എന്താണ് അതിൻ്റെ പേര്? IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. കേരള സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതല സജി ചെറിയാനാണ്. അതുപോലെ തന്നെ ഇത് നടത്തുന്ന ചലച്ചിത്ര അക്കാദമിയുടെയും ചുമതല സജി ചെറിയാനാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അന്തർദേശീയ ചലച്ചിത്രമേളയാണിത്. എന്നാണിത് ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ 1996. പക്ഷേ 1998 ചലച്ചിത്ര അക്കാദമി രൂപവൽക്കരിച്ചു. അതോടുകൂടി മേളയുടെ ഏറ്റെടുപ്പ് ചലച്ചിത്ര അക്കാദമിക്കായി. എവിടെയാണ് മേളയുടെ വേദി എന്ന് ചോദിച്ചാൽ സ്ഥിരം വേദി ഏത് വർഷമാണെങ്കിലും തിരുവനന്തപുരമാണ്. എന്നാൽ അത് തുടങ്ങുക ഡിസംബർ 2ാമത്തെ വെള്ളിയാഴ്ച. എല്ലാ വർഷവും ഡിസംബറിലെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇത് തുടങ്ങുക. ഒരാഴ്ചയാണ് അന്തർദേശീയ ചലച്ചിത്രോത്സവം. ചലച്ചിത്രോത്സവത്തിൽ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങളുടെ മത്സരം ഉൾപ്പെടും. ഏതൊക്കെയാണ്? ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ. 3 ലോക രാഷ്ട്രങ്ങളാണല്ലോ ഇവിടെയൊക്കെ ഉള്ളത് അധികവും. അതുകൊണ്ട് അതിനാണ് പ്രാമുഖ്യം. ലോക ചിത്രങ്ങളും മറ്റു ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളെയും മലയാളിക്ക് പരിചയപ്പെടുത്തലാണ് ലക്ഷ്യം. മറ്റൊന്നാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSFDC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ചലച്ചിത്ര വിപണി പ്രോത്സാഹിപ്പിക്കലാണ് ലക്ഷ്യം. അതിന് കേരള സർക്കാർ സ്ഥാപിച്ച സംഘടനയാണ്. മലയാള സിനിമകളുടെ നിർമ്മാണം ഒരു കാലത്ത് ചെന്നൈയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ 1975 ഇത് രൂപവൽക്കരിക്കുന്നത്. അപ്പോൾ KSFDC രൂപവൽക്കരിക്കുന്നത് 1975. പക്ഷേ ചലച്ചിത്ര അക്കാദമി രൂപവൽക്കരിക്കുന്നത് 1998. അതേസമയം IFFK, അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ആരംഭിക്കുന്നത് 1996. അപ്പോൾ മലയാള ചലച്ചിത്ര വ്യവസായത്തെ ആ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് KSFDC രൂപവൽക്കരിച്ചത്. KSFDCയുടെ ഉടമസ്ഥതയിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ KSFDCയുടെ ചുമതലയിലുള്ള സ്റ്റുഡിയോ ആണ്. കേരളത്തിലുടനീളം 10 തിയേറ്ററുകളുടെ ഒരു സിനിമാ പ്രദർശന ശൃംഖലയുണ്ട് KSFDCക്ക്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ഷാജി N. കരുണാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്താണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി N. കരുൺ. KSFDCയുടെ ചെയർമാൻ. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്താണ്. നിഷിദ്ധോ ഈ ഫിലിം ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ഇത് കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2022 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയതാണ്.
ഈ 10th പ്രിലിംസിന് ധാരാളമായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒന്നാണ് സിനിമാ മേഖല. ധാരാളം ചോദ്യങ്ങൾ ഈ 10th ലെവലിലും അതുപോലെ തന്നെ LDC ലാസ്റ്റ് ഗ്രേഡ് ലെവലിലെ എക്സാമുകളിൽ വരാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അതുപോലെ തന്നെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, അതുപോലെയുള്ള അവാർഡുകൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, അന്തർദേശീയ തലത്തിൽ മലയാള ചിത്രങ്ങളോ ഇന്ത്യൻ ചിത്രങ്ങളോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതിലൊന്നാണ് നിഷിദ്ധോ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് മുഴുവൻ ഈ സിനിമയെക്കുറിച്ചുള്ള 10th ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുക. നിഷിദ്ധോ അപ്പോൾ ആര് ചെയ്തതാണ്? സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയ്തതാണ്. കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് 2022 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് നിഷിദ്ധോ. എവിടെയാണ്? കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലാണ് നേടിയിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യ സിനിമയാണ് നിഷിദ്ധോ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച, സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ നിർമ്മിച്ച ആദ്യ സിനിമയാണ് നിഷിദ്ധോ. നിഷിദ്ധോന്റെ സംവിധാനം താര രാമാനുജനാണ്. നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് നിലവിലെ PSC ചെയർമാൻ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപവൽക്കരിച്ചത്? കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് 13 ബാങ്കുകളെ സംയോജിച്ചിട്ടാണ്. എല്ലാ ജില്ലകളിലും എന്തുണ്ടായിരുന്നു? ഒരു ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു. ആ ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപവൽക്കപ്പെട്ടത്. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നാണ് വിശേഷണത്തോടെയാണ്, കേരള സർക്കാരിൻ്റെ മേൽനോട്ടത്തോടെ ആരംഭിച്ച ധനകാര്യ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള ബാങ്കാണ്. കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് മുഴുവൻ പേര്. എന്നാണിത് തുടങ്ങിയത്? 2019 നവംബർ 29-നാണ്. നമുക്കറിയാം 2019 നവംബർ 29. ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ ഒരു 19 ഉണ്ട്, മറ്റോടത്തൊരു 20 ഉണ്ട്. നവംബർ ആണെങ്കിൽ നമുക്കറിയാം 10ാമത്തെ മാസമാണ്. അപ്പോൾ 2019 നവംബർ 29 ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 2019-ൽ 19, 19നോട് 10 കൂട്ടിയാൽ 20, ആ 10 തന്നെയാണ് നവംബർ മാസമായിട്ട് വരുന്നത്. അപ്പോൾ 2019 + 10 = 29 എന്ന് ഓർത്തു വെച്ചാൽ മതി. അല്ലെങ്കിൽ 19 + 10 = 29. കൊല്ലം 19, മാസം 10, 19ഉം 10ഉം കൂടി കൂട്ടിയാൽ മാസം 11 ഞാൻ അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. 2019 11 29 എന്ന് ഓർത്ത് വയ്ക്കേണ്ട. 2019 10 29, 10ന് പകരം നവംബർ എന്ന് ഓർത്ത് വയ്ക്കുക. ഈ 13 ജില്ലാ ബാങ്കുകളാണ് ആദ്യം ലയിച്ചത്. അതുകൊണ്ടാണ് അവിടെ എത്ര ബാങ്കുകളെ ലയിപ്പിച്ചിട്ടാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 13 ബാങ്കാണ്. പക്ഷേ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ആദ്യഘട്ടത്തിൽ ചേർന്നില്ല. ഇപ്പം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കും കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൽ ചേർന്നു. അടുത്തൊരു ചോദ്യം ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ്, 2022ലേക്ക് മാറ്റം വരുത്തിയിട്ടാണ്. സമാനമായ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. രേവതിക്ക് 2022-ൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? രേവതിക്ക് പുരസ്കാരം ലഭിച്ചത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളാണ്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 52ാമത്തേത് 2021-ലെ 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ലാണ് നൽകിയത്. അതിലെ മികച്ച നടൻ ബിജു മേനോനാണ്. ചിത്രം ആർക്കറിയാം. അതുപോലെ തന്നെ ജോജു ജോർജ് ഉണ്ട്. തുറമുഖം, നായാട്ട്, മധുരം, ഫ്രീഡം ഫൈറ്റ്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ലെ 52ാമത്തെയാണെന്ന് മറന്നുപോകല്ലേ. ബിജു മേനോനും ജോജു ജോർജിനുമാണ്. 2 ആൾക്കാർക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ മികച്ച നടിയായിരുന്നു രേവതി. രേവതിക്ക് മികച്ച ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത്, മികച്ച നടിക്ക് കിട്ടിയത് ഭൂതകാലം എന്ന സിനിമയ്ക്കാണ്. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തനാണ്. ചിത്രം ജോജി. മികച്ച ചിത്രം ആവാസ വ്യൂഹമാണ്. കൃഷാന്ത് RK സംവിധാനം ചെയ്ത ആവാസ വ്യൂഹമാണ് മികച്ച ചിത്രം. അപ്പം മികച്ച ചിത്രം ആവാസ വ്യൂഹം. മികച്ച നടൻ ബിജു മേനോനും ജോജു ജോർജുമാണ്. മികച്ച നടി രേവതിയാണ്. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തനാണ്. മുഴുവൻ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ലെയാണ്. 52ാമത്തെ ചലച്ചിത്ര പുരസ്കാരമാണ്. 5ാമത്തെ ചോദ്യവും പത്മശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ സ്റ്റേജിൽ ചോദിച്ചത്. പക്ഷെ ഞാനത് ഇപ്പോഴത്തെ പത്മശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാക്കിയിട്ടുണ്ട്. VP അപ്പക്കുട്ട പൊതുവാൾ 2023-ൽ പത്മശ്രീ പുരസ്കാരം നേടി. ഏത് മേഖല എന്നുള്ളതാണ് ചോദ്യം. VP അപ്പക്കുട്ട പൊതുവാൾ ഗാന്ധിയനാണ്. ഗാന്ധിയൻ ആണ് എന്ന് ഓർത്തു വയ്ക്കുക.
VP അപ്പുകുട്ട പൊതുവാൾ പത്മശ്രീ പുരസ്കാരം കിട്ടി. പത്മശ്രീ എന്നത് കല, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കായികം, പൊതുസേവനം ഈ വിഷയങ്ങളിൽ മികവ് തെളിയിക്കുന്ന ഭാരതീയർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് പത്മശ്രീ എന്ന് പറയുന്നത്. പത്മശ്രീ കൂടാതെ ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ ഈ പുരസ്കാരങ്ങളും നൽകാറുണ്ട്. അപ്പം ഭാരതീയർക്ക് കിട്ടാവുന്ന എന്നതിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഭാരതരത്നം. അത് കഴിഞ്ഞൊരു സിവിലിയൻ പുരസ്കാരം ഭാരതീയർക്ക് കിട്ടാവുന്നതാണ് പത്മവിഭൂഷൺ. അത് കഴിഞ്ഞാൽ പത്മഭൂഷൺ, അത് കഴിഞ്ഞാൽ പത്മശ്രീ. അതാണ് ആ ഓർഡർ: ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അപ്പം ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണെന്ന് ചോദിച്ചാൽ മറന്നു പോകണ്ട, അത് ഭാരതരത്നമാണ്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുജന സേവനം, കായികം ഈ തുറകളിലെ സ്തുത്യർഹമായ സേവനത്തിനാണ് ഭാരതരത്നം കൊടുക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ്. രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. ഭാരതരത്നം കഴിഞ്ഞാൽ പത്മവിഭൂഷൺ, അത് കഴിഞ്ഞാലുള്ളതാണ് പത്മഭൂഷൺ. അപ്പം ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ ഇതെല്ലാം ആരംഭിച്ചത്, പത്മശ്രീ അടക്കം ആരംഭിച്ചത് 1954 ജനുവരി 22-നാണ്. അപ്പോൾ ഭാരതരത്നം, പത്മവിഭൂഷൺ കഴിഞ്ഞാൽ അടുത്ത പുരസ്കാരം, ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് പത്മവിഭൂഷൺ. അപ്പോൾ ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ. പത്മശ്രീ ആകട്ടെ പത്മഭൂഷണേക്കാൾ താഴ്ന്ന സിവിലിയൻ ബഹുമതിയാണ്. അതായത് ആളുകളുടെ കർമ്മപഥത്തിലുള്ള മികവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കാനാണ് നൽകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതരത്നമാണ്. ഒരു വർഷം പരമാവധി എത്ര പേർക്കാണ് ഭാരതരത്നം ലഭിക്കുക? 3 പേർക്കാണ്. ഭാരതരത്ന മെഡലിന്റെ ആകൃതി ആലിലയുടേതാണ്. പ്രഥമ ഭാരതരത്ന പുരസ്കാരം ആർക്കൊക്കെയായിരുന്നു? സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, CV രാമൻ. ആർക്കൊക്കെയായിരുന്നു? സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, CV രാമൻ. ഭാരതരത്നം കൈപ്പറ്റിയ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരിയാണ്. മരണാനന്തര ബഹുമതിയായും ഭാരതരത്നം കൊടുക്കാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും കൊടുക്കാറുണ്ട്, മരണാനന്തര ബഹുമതിയായിട്ടും കൊടുക്കാറുണ്ട്. അങ്ങനെ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നോബൽ പുരസ്കാരവും ഏഷ്യയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ചോദിച്ചാൽ മാക്സസെ അവാർഡാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്നൊരു പുരസ്കാരമായി കരുതുന്നത് നോബൽ പുരസ്കാരമാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായി കാണുന്നത് മാക്സസെ അവാർഡാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉയർന്ന സിവിലിയൻ അവാർഡ് എന്ന് ചോദിച്ചാൽ അത് ഭാരതരത്നമാണ്. ഇതൊക്കെ നേടിയ ഏക വ്യക്തി മദർ തെരേസയാണ്. ഓർത്തു വയ്ക്കുക, ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അപ്പോൾ നോബൽ സമ്മാനം, മാക്സസെ അവാർഡ്, ഭാരതരത്ന ഇത് മുഴുവൻ നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മദർ തെരേസയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. എന്നാൽ ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയും പാകിസ്ഥാനും വേറെയായി പോയതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നമ്മൾ മറക്കേണ്ട ആളല്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹം തന്നെയാണ് ഭാരതരത്നം നേടിയ ആദ്യ വിദേശി. പിന്നീട് നമുക്കറിയാം 2019 ഏറ്റവും അവസാനം ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് 3 പേർക്കാണ്. ഒന്ന് പ്രണബ് മുഖർജി, നമ്മുടെ മുൻ പ്രസിഡന്റ്, 2019 തന്നെ. ഭൂപൻ ഹസാരിക സംഗീതജ്ഞനാണ്, ആസാമിലാണ്. നാനാജി ദേശ്മുഖ് സാമൂഹിക പ്രവർത്തകനാണ്. ഒരുപാട് വിവാദമുണ്ടായിട്ടുള്ള ഒന്നായിരുന്നു നാനാജി ദേശ്മുഖിന് ഭാരതരത്നമൊക്കെ കൊടുക്കുമ്പോൾ. അതൊന്നും ആലോചിക്കണ്ട. അപ്പം ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി. ധനകാര്യ വകുപ്പ് മന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരുന്നു അതിനു മുമ്പ്. അതേസമയം ഭൂപൻ ഹസാരിക ആരായിരുന്നു? ആസാമിൽ നിന്നുള്ള പ്രഗത്ഭനായ ഒരു ഗായകനും സംഗീതജ്ഞനും ചലച്ചിത്രകാരനും അസം നിയമസഭയിൽ അംഗവുമായിരുന്നു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം, ഭാരതരത്ന, പത്മഭൂഷൺ, പത്മശ്രീ ഇതൊക്കെ കിട്ടിയ ആളാണ് ആര്? നമ്മുടെ ചലച്ചിത്രകാരനും ഗായകനും അതുപോലെ തന്നെ സംഗീതജ്ഞനുമായിരുന്ന ഭൂപൻ ഹസാരിക. മറ്റൊന്നാണ് നാനാജി ദേശ്മുഖ്. നാനാജി ദേശ്മുഖ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ആദ്യത്തെ ഗ്രാമീണ സർവകലാശാലയുടെ സ്ഥാപകനായിരുന്നു. സ്ഥാപകൻ, ഭാരതീയ ജനസംഘം, ഇന്നത്തെ BJPയുടെ ആദ്യ രൂപമായ ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യകാല നേതാക്കന്മാരായിരുന്നു. RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകനുമായിരുന്നു. പത്മശ്രീ കിട്ടിയത് 4 മലയാളികൾക്കാണ്. 91 പേർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അതിൽ 4 പേര് മലയാളിയാണ്. ഒന്ന് ഗാന്ധിയൻ VP അപ്പുകുട്ട പൊതുവാൾ.
മറ്റൊന്ന് ചരിത്രകാരൻ CI ഐസക്. ഓർത്തു വെക്കണേ, മറ്റൊന്ന് ചരിത്രകാരൻ CI ഐസക്. കളരി ഗുരുക്കൾ SRD പ്രസാദ്, കർഷകൻ ചെറുവയൽ K രാമൻ. ഈ മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയത്. അങ്ങനെ ആകെ 91 പേർക്കാണ് ഇന്ത്യയിൽ ഇപ്രാവശ്യം 2023 പത്മശ്രീ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ പത്മശ്രീ പുരസ്കാരം കിട്ടിയവർ 4 മലയാളികൾ. ഗാന്ധിയൻ VP അപ്പുകുട്ട പൊതുവാളുണ്ട്, CI ഐസക് ഉണ്ട്, അത് ചരിത്രകാരനാണ്. കളരി ഗുരുക്കൾ SRD പ്രസാദ് ഉണ്ട്, കർഷകൻ ചെറുവയൽ K രാമൻ ഉണ്ട്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത്. അത് 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ എന്തെല്ലാമാണ്? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ ഭൂവൽക്കത്തിന് തന്നെ 2 ഭാഗമുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഭൂമിക്ക് പാളികളായിട്ടുള്ള ഘടനയാണുള്ളത്. ഭൂമിക്ക് പാളികളാണ്. ഭൂമി നമ്മൾ ഈ കാണുന്നത് പോലെ ഒറ്റ സാധനമല്ല, പാളികളായിട്ടാണ്. ഓക്കെ, പൊളിച്ചു ചെന്ന പാളികൾ കാണാം അല്ലേ? അപ്പോൾ അതിലെ പ്രധാന പാളികളാണ് ഒന്ന് ഭൂവൽക്കം. ഏറ്റവും പുറത്ത് കാണുന്നതാണ് ഭൂവൽക്കം. അതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു നമുക്ക് വന്നിരുന്നത്. ഭൂവൽക്കമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് ചുവന്ന നിറത്തിൽ കാണുന്നത് മാൻറ്റിലാണ്. അതിന് താഴെയായി കാണുന്നത് പുറക്കാമ്പാണ്. അതിന് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നത് അകക്കാമ്പാണ്. അപ്പോൾ എങ്ങനെയാണ്? ഭൂവൽക്കം, മാൻറ്റിൽ, കാമ്പ്. അപ്പോൾ ഭൂവൽക്കമാണ് ഏറ്റവും പുറത്ത്, മാൻറ്റിലാണ് അതിനിടയിൽ, കാമ്പെന്ന 2 തരത്തിൽ, പുറക്കാമ്പും അകക്കാമ്പും. അതിൽ ഭൂവൽക്കം എന്തായിട്ടുണ്ട്? താരതമ്യേന കനം കുറഞ്ഞ പാളിയാണ്. നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ അറിയാം. താരതമ്യേന കനം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ശരാശരി 40 കിലോമീറ്ററാണ് കനമുള്ളൂ ഇതിനാകെപ്പാടെ. 2 ഭൂവൽക്കങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. അപ്പോൾ എത്ര തരം ഭൂവൽക്കമുണ്ട്? വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. അതിൽ വൻകര ഭൂവൽക്കത്തെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ വൻകര ഭൂവൽക്കത്തിൽ ഉള്ളത് സിയാൽ ആണ്. സിയാലാണ് വൻകര ഭൂവൽക്കത്തിലുള്ളത്. എന്നാൽ സിമ ആണ് കടൽത്തറ ഭൂവൽക്കത്തിലുള്ളത്. സിയാൽ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് സിലിക്കൺ, അലുമിനിയം. സിമ എന്ന് പറയുമ്പോൾ സിലിക്കൺ, മഗ്നീഷ്യം. ആ 2 വാക്കുകളുടെയും ആദ്യത്തെ പദങ്ങൾ ചേർത്തിട്ടാണ്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിലുള്ളത് സിയാൽ, മറ്റത് സിമ. വൻകര ഭൂവൽക്കത്തിലുള്ളത് സിയാൽ, സിലിക്കണും അലുമിനിയവും. അതേസമയം കടൽത്തറ ഭൂവൽക്കത്തിലുള്ളത് സിമ, സിലിക്കണും മഗ്നീഷ്യവും. ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം മാൻറ്റിലാണ്. അത് അത്ര കനം കുറഞ്ഞ ആളല്ല, കുറച്ച് നല്ല കനമുള്ള ആൾ തന്നെയാണ്. 2900 കിലോമീറ്റർ ആണ് എന്തിൻ്റെ, നമ്മുടെ മാൻറ്റിലിൻ്റെ ഏകദേശം കനം എന്ന് പറയുന്നത്. സിലിക്കൺ സംയുക്തം തന്നെയാണ് അവിടെ ഉള്ളത്. സിയാലും സിമയും നമ്മൾ പഠിച്ചതിൽ സിലിക്കൺ ഉണ്ട്. ഇവിടെയും സിലിക്കൺ സംയുക്തങ്ങൾ തന്നെയാണ്. ഉപരിമാൻറ്റിൽ ഖരാവസ്ഥയിലും ലോഹങ്ങളും സിലിക്കണും കൂടിക്കലർന്ന് നിർമ്മിതമായ അധോമാൻറ്റിൽ അർദ്ധ ദ്രവാവസ്ഥയിലുമാണ്. ഈ ഉപരിമാൻറ്റിൽ ഖരാവസ്ഥയിലാണ്, പക്ഷേ ലോഹങ്ങളും സിലിക്കയും കൂടിക്കലർന്ന് നിർമ്മിതമായ അധോമാൻറ്റിൽ, താഴെയുള്ള മാൻറ്റിൽ അർദ്ധദ്രവാവസ്ഥയിലുമാണ്. അതായത് അർദ്ധദ്രവാവസ്ഥയിലുള്ളൊരു ഭാഗം നമ്മുടെ ഭൂമിക്കുള്ളിലുണ്ട് എന്നർത്ഥം. അത് കഴിഞ്ഞാണ് കാമ്പ് വരുന്നത്. കാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതുവരെയാണ്? നമ്മുടെ 2900 കിലോമീറ്ററാണ് മാൻറ്റിലിൻ്റെ അതിർവരമ്പ്. അവിടെ നിന്ന് ഭൗമകേന്ദ്രം 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ്. ലോഹനിർമ്മിതമായ കാമ്പാണ്. അതിനെ പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പിൽ വസ്തുക്കൾ ദ്രവാവസ്ഥയിലാണ്, എന്നാൽ അകക്കാമ്പ് ബാഹ്യപാളികളുടെ സമ്മർദ്ദത്താൽ ഖരാവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്കൊരു ഭൂവൽക്കമുണ്ട്, അതിലൊരു വൻകര ഭൂവൽക്കമുണ്ട്, ഒരു സമുദ്ര ഭൂവൽക്കമുണ്ട്. വൻകര ഭൂവൽക്കം ഉണ്ടായിട്ടുള്ളത് സിലിക്കണും അലുമിനിയവും ചേർന്ന സിയാലായിട്ടാണ്. സമുദ്രത്തിലെ ഭൂവൽക്കം സിലിക്കണും മഗ്നീഷ്യവും ചേർന്ന സിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതിന് തൊട്ട് താഴെയാണ് മാൻറ്റിൽ. അതിലും സിലിക്കൺ സംയുക്തമാണ്. പക്ഷെ പുറത്തുള്ള മാൻറ്റിൽ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണെങ്കിലും അതിന് താഴെയുള്ള മാൻറ്റിൽ എന്ന് പറയുന്നത് അർദ്ധദ്രവാവസ്ഥയിലാണ്. അതിന് താഴെയാണ് കാമ്പ്. ആ കാമ്പിനുമുണ്ട് പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പിൽ വസ്തുക്കൾ ദ്രവാവസ്ഥയിലാണ്, എന്നാൽ അകക്കാമ്പ് ബാഹ്യപാളികളുടെ സമ്മർദ്ദത്താൽ ഖരാവസ്ഥയിലാണ്. ഇവിടെ സിലിക്കൺ മാറി ഇവിടെ ഇരുമ്പും നിക്കൽ എന്നീ ലോഹങ്ങൾ കൊണ്ട്, ഇരുമ്പും നിക്കലും എന്നീ ലോഹം കൊണ്ട് നിർമ്മിതമായതിനാൽ ഭൂമിയുടെ കാമ്പിന് നിഫെ എന്ന് പേരുണ്ട്. അപ്പോൾ സിയാൽ സിമ കഴിഞ്ഞാൽ നമ്മുടെ കാമ്പിനെ, അകക്കാമ്പിനെ പറയുമ്പോൾ നമുക്ക് നിഫെ എന്ന് പറയാം. നിക്കൽ, അത് കഴിഞ്ഞാൽ ഇരുമ്പ്, ഇരുമ്പിന് ഫെറസ്
Fe എന്നാണ് വാക്ക് ഇരുമ്പിന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ബസാൾട്ടാണ്. അവസാദശിലയ്ക്ക് ആഗ്നേയശിലയാണ് ബസാൾട്ട് എന്ന് നിങ്ങൾക്കറിയാം. ശിലകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഖരരൂപത്തിലുള്ള പുറംപാളി ശിലാനിർമ്മിതമായതിനാണ് ഇതിനെ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഖരരൂപത്തിലുള്ള പുറംപാളി എന്തിനാൽ നിർമ്മിതമാണ്? ശിലയാൽ നിർമ്മിതമാണ്. നിറത്തിൽ, കാഠിന്യത്തിലൊക്കെ വിവിധ രൂപത്തിലുള്ള ശിലകളുണ്ട്. അപ്പോൾ രൂപീകരണത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ശിലകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. രൂപീകരണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരി ശിലകൾ. രൂപീകരണത്തെ അടിസ്ഥാനമാക്കി ശിലകളെ എത്രയെണ്ണാക്കി മാറ്റാം? മൂന്നെണ്ണമാക്കി മാറ്റാം. ആഗ്നേയ ശിലകൾ എന്നൊരു പേരുണ്ട്, അവസാദ ശിലകൾ എന്ന പേരുണ്ട്, കായാന്തരിത ശിലകളുണ്ട്. അഗ്നിപർവ്വതങ്ങളുടെയോ അല്ലാതെയോ ഭൗമോപരിതലത്തിലോ ഭൂവൽക്കത്തിനുള്ളിലുള്ള വിള്ളലുകളിലോ എത്തുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നു. അഗ്നേയശിലകൾ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം ഉണ്ട് അവിടെ. അഗ്നിപർവ്വതം അല്ലാതെയോ ഭൗമോപരിതലത്തിലോ ഭൂവൽക്കത്തിനുള്ളിലുള്ള വിള്ളലുകളിലൂടെയോ, ഭൂവൽക്കത്തിനുള്ളിലുള്ള വിള്ളലിലൂടെ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിലോ എന്തെത്തി? ശിലാദ്രവം. എന്താണത്? ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്നതാണ് അഗ്നേയശിലകൾ. അഗ്നിപർവ്വതവുമായി ബന്ധമുണ്ട്. ഏതെല്ലാമാണ് അഗ്നേയശിലകൾ? ഉദാഹരണം ബസാൾട്ടും ഗ്രാനൈറ്റും. അഗ്നേയശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ബസാൾട്ടും ഗ്രാനൈറ്റും. അവസാദ ശിലകൾ എങ്ങനെയാ? ശിലകൾ പൊടിഞ്ഞുണ്ടായ അവസാദങ്ങളോ സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് ദൃഢീകരിച്ച് രൂപം കൊള്ളുന്നു. ഈ ശിലകൾ തന്നെ ഏത് ശിലകളും പൊടിഞ്ഞുണ്ടാവുന്ന അവസാദങ്ങളോ സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അവസാദങ്ങളോ അവശിഷ്ടങ്ങളോ ഉണ്ടാവുന്നതാണ്. പൊടിഞ്ഞ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ദൃഢീകരിച്ച് രൂപം കൊള്ളുന്നു. ഉദാഹരണം ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, കൽക്കരി. ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, കൽക്കരി. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് കായാന്തരിത ശിലകൾ. അത് ആഗ്നേയശിലയിൽ നിന്നോ അവസാദ ശിലകളോ ഉന്നത താപമർദ്ദമാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ, ഉന്നതമായ താപത്തിൻ്റെയും മർദ്ദത്തിൻ്റെയും ഫലമായി അവ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ പുനഃപരലീകരണം സംഭവിച്ച്, എന്താണ് അതിനെ വാക്കൊന്നും കൂടി ഓർത്തോളൂ, പുനഃപരലീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്നു. അതിനുദാഹരണമാണ് നൈസ്, മാർബിൾ, ഷിസറ്റ്. ഏതാണ് അതിന് ഉദാഹരണം? നൈസ്, മാർബിൾ, ഷിസറ്റ്. ഇപ്പം നേരത്തെ ചോദ്യം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാദ ശിലയല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ അവസാദ ശിലയ്ക്ക് ഉദാഹരണം നോക്കൂ, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. നിങ്ങൾക്കിത് ഇപ്പോൾ ഏത് ശിലകളാണെന്ന് പറയുന്നത്? മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും എന്ത് ശിലയാണ് എന്നാണ് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നത്? അത് അവസാദ ശിലയാണ്. പക്ഷെ ബസാൾട്ട് എന്തല്ല? അവസാദ ശിലയല്ല, അത് ആഗ്നേയ ശിലയാണ്. അവിടുന്നാണ് ആ ചോദ്യം വരുന്നത്. അപ്പോൾ ഉദാഹരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥം. അപ്പോൾ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം നൈസ്, മാർബിൾ, ഷിസറ്റ്. അതേസമയം അവസാദ ശിലകൾക്ക് ഉദാഹരണം ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, കൽക്കരി. അത് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ടും ഗ്രാനൈറ്റും. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു. എന്നാണ് ഈ ലോക മണ്ണ് ദിനം? ഡിസംബർ 5. താഴെ തന്നിരിക്കുന്നവയിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം ബിയും സിയും മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. അറ്റ്ലസും ആൽപ്സും മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്തിനെയാണ് പർവ്വതം എന്ന് പറയുക? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കുറഞ്ഞത് 600 മീറ്റർ ഉയരത്തിൽ വരുന്ന ഭൂരൂപമാണ് പർവ്വതം എന്ന് പറയുന്നത്. കുറഞ്ഞത് 600 മീറ്റർ ഉയരം വേണം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, അതിനെ പർവ്വതം എന്ന് പറയുള്ളൂ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. ഭൂപാളികൾ കൂട്ടിയിടിക്കുമ്പോഴാണ് മടക്ക് പർവ്വത നിരകൾ ഉടലെടുക്കുന്നത്. നമ്മുടെ ഹിമാലയമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഹിമാലയവും ആൻഡീസും റോക്കിയും പർവ്വത നിരകളൊക്കെ എന്ത് പർവ്വത നിരകൾക്ക് ഉദാഹരണമാണ്? മടക്ക് പർവ്വത നിരകൾക്ക് ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ഹിമാലയം, മറന്നു പോകണ്ട. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിളിക്കുന്നത് പാമീർ പീഠഭൂമിയെയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിളിക്കുന്നത് ഒരു എന്തുകൂടിയാണിത്? പാമീർ പർവ്വതം കൂടിയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കൊടുമുടി പലപ്പോഴും ചോദിക്കാറുണ്ട്, ചൊവ്വയിലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവിടെയാണ്? ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി നമുക്കറിയാം എവറസ്റ്റ് ആണ്, നേപ്പാളിലാണ്.
സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ചൊവ്വയിലാണ്. മൗണ്ട് ഒളിമ്പസ് ആണ്. ഒളിമ്പസ് മോൺസ് എന്നും പറയും. 27 കിലോമീറ്ററാണ് ഇതിൻ്റെ ഉയരം. അമ്പോ വലിയ ഉയരമാണല്ലേ, 27 കിലോമീറ്റർ. മറ്റത് 8848 മീറ്ററാണ് എവറസ്റ്റ് വരുന്നത്. ഇന്ത്യയിലെ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഒന്നും കൂടി ഞാൻ പറയാണ്. വിന്ധ്യ പർവ്വതനിരയുണ്ട്. അത് ഇന്ത്യൻ ഉപദ്വീപിനെ ഉത്തര ഇന്ത്യ, ദക്ഷിണേന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിക്കും. നമ്മൾ മാപ്പൊക്കെ വെച്ച് പഠിച്ചതാണ്. ഇന്ത്യയുടെ സമാന്തര മധ്യനിരയുള്ള മറ്റൊരു മലനിരയാണ് മധ്യപ്രദേശിലെ സാത്പുര. അതായത് വിന്ധ്യ പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് മറ്റൊരു പർവ്വതനിരയും കൂടിയുണ്ട്. ഇതിങ്ങനെ വിന്ധ്യ ഇങ്ങനെ കടക്കുകയാണ് വെച്ചാൽ വിന്ധ്യയുടെ സമാന്തരമായിട്ട് മറ്റൊരു പർവ്വതനിര കൂടിയുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, സാത്പുര പർവ്വതനിര എന്ന് പറയുന്നത്. ഈ വിന്ധ്യ സാത്പുര പർവ്വത നദികളിലൂടെ പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഇനി ഇതിന് താഴെ മറ്റൊരു നദി കൂടിയുണ്ട്, താപ്തി. ഇത് രണ്ട് ഉപദ്വീപീയ നദികളാണ്. ഈ രണ്ട് ഉപദ്വീപീയ നദികളും പടിഞ്ഞാറ് അറബിക്കടലിൽ ചെന്നാണ് ചേരുന്നത്. അറബിക്കടൽ വ്യൂഹത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. അപ്പൊ ആദ്യം എന്താ വരുന്നത്, വിന്ധ്യ. വിന്ധ്യ ഇന്ത്യയെ ഉത്തരേന്ത്യ എന്നും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് വിന്ധ്യാനിരയാണ്. അതുപോലെ മേഘാലയത്തിലുള്ളതാണ് ഖാസി ഹിൽസ്. മേഘാലയത്തിലുള്ള പർവ്വതനിരയാണ് എന്തെന്ന് പറയുന്നത്, ഖാസി ഹിൽസ് എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയും മൗസിൻറാമും ഒക്കെ എവിടെയാണ്, ഖാസി ഹിൽസിലാണ്. ഖാസി ഹിൽസ് എവിടെയാണ്, മേഘാലയയാണ്. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങും ഗാരോ ഹിൽസിലാണ്. ഷില്ലോങ് എവിടെയാണ്, ഗാരോ ഹിൽസിൽ. പക്ഷെ മേഘാലയയിൽ തന്നെ ഖാസി ഗാരോ ഹിൽസ് ഇതൊക്കെ നമ്മുടെ കിഴക്കൻ പർവ്വതനിരകളിൽ പെടുന്നതാണ്. അപ്പൊ ഖാസി ഹിൽസ് എന്ന് പറയുന്നത് അവിടെയാണ് ചിറാപുഞ്ചിയും മൗസിൻറാമും. അത് മേഘാലയയിലാണ്. മിസോറാമിലാണ് ലുഷായി കുന്നുകൾ. ലുഷായി കുന്നുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മിസോറാമിലാണ്. പശ്ചിമഘട്ടത്തിലെ വിശാലമായ താഴ്ന്ന പർവ്വതനിരയാണ് പാലക്കാട് ഗ്യാപ്പ്. പാലക്കാട് ഗ്യാപ്പിലാണ് പാലക്കാട് ചുരമൊക്കെ കിടക്കുന്നത് അല്ലേ. കേരളത്തിലെ പാലക്കാട് ജില്ലയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയും തമ്മിലുള്ള ഒരു പാതയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. രാജസ്ഥാനിലെ ഷിരോക്കി ജില്ലയിലാണ് ആരവല്ലി നിര എന്ന് പറയുന്നത്. ആരവല്ലിയിലാണ് മൗണ്ട് അബു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൗണ്ട് അബു അവിടെ ഈ ആരവല്ലിയിലുള്ള ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശുഗർ. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മൗണ്ട് അബു ആണ്. മൗണ്ട് അബുവിലാണ് ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ ഉയരമുള്ള, എത്ര ഉയരമുള്ള, 2695. എങ്ങനെ ഓർത്തു വെക്കുക, 2700 മീറ്റർ, 3000 മീറ്ററിന് താഴെയാണ്. 3000നും താഴെ 2700ലാണ്. 2700നും താഴെ 5 മീറ്റർ കുറഞ്ഞ 2695 മീറ്റർ ഉയരമുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഇന്ത്യയിലല്ലട്ട, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നൊക്കെ ചോദിച്ചാൽ ആനമുടിയാണ്. ജില്ല ഇടുക്കി ജില്ലയാണ്. താലൂക്ക് ഉന്നാർ താലൂക്കാണ്. പശ്ചിമഘട്ടത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം, ഇതിനെയാണ് മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്, മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വർഷണം എന്താണ്, തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരും. മേഘങ്ങളിൽ ജലകണികകളുടെ എന്ത് കൂടി വരും, വലിപ്പം കൂടി വരും. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പമാർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും വിവിധ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല, അത്തരത്തിലുള്ള വലിപ്പമാർജിക്കുന്നതോട് കൂടിയിട്ട് ഈ മേഘങ്ങളിൽ നിന്ന് ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. എന്താ കാരണം, മേഘങ്ങളിൽ ജലകണികളുടെ വലിപ്പം കൂടി വരും. ഗുരുത്വാകർഷണത്തെ ഇപ്പോൾ വലിപ്പം കൂടുന്തോറും ഭൂമി പിടിച്ചു വലിക്കുകയല്ലേ, അപ്പോൾ അവയ്ക്ക് വിവിധ രൂപത്തിൽ പതിക്കുകയും ചെയ്യും. ഇതാണ് വർഷണം എന്ന് പറയുന്നത്. ഈ വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാ, മഴ. ജലത്തുള്ളിയുടെ രൂപത്തിലാണ് ഭൂമിയിൽ പതിക്കുന്നതെങ്കിൽ അത് മഴയാണ്. മഞ്ഞ് വീഴ്ച, താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകുമ്പോൾ നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കും. ഏത്, ഈ വർഷണം. അപ്പോൾ അതിന് മഞ്ഞ് വീഴ്ച എന്നാണ് പറയുക. മേഘത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ വിവിധ തലങ്ങളിൽ വെച്ച് തണുത്ത് അന്തരീക്ഷ പാളികളിലൂടെ കടന്നു വരുമ്പോൾ അവ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായിട്ടാണ് വീഴുന്നതെങ്കിൽ അതിനെ ആലിപ്പഴ വീഴ്ച എന്നാണ് പറയുക.
ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശും ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. അടുത്ത ചോദ്യം, 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം എന്ന പേരിലാണ്. നഗരപ്രദേശങ്ങളാട്ടോ പറയുന്നത്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നഗരമെന്നാണ്. അപ്പോൾ 1,00,000-ൽ താഴെയുള്ള നഗരപ്രദേശങ്ങളാണ് പട്ടണം. പട്ടണത്തിന്റെ മൂത്ത ആളാണ് നഗരം. 1,00,000-ൽ താഴെയാണെങ്കിൽ പട്ടണമാണ്. 1,00,000-നും 10,00,000-നും ഇടയിലാണെങ്കിൽ നഗരമാണ്. 10,00,000-ലധികമാണെങ്കിൽ അതിനെ മെട്രോപൊളിറ്റൻ നഗരം എന്നാണ് പറയുക. എന്താ പറയുക? മെട്രോപൊളിറ്റൻ നഗരം. 1,00,000-ൽ താഴെയാണെങ്കിൽ പട്ടണം, 1,00,000-നും 10,00,000-നും ഇടയിലുള്ള നഗരപ്രദേശങ്ങൾ നഗരം, 10,00,000-ലധികമുള്ള നഗരപ്രദേശങ്ങൾ മെട്രോപൊളിറ്റൻ. അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50,00,000-ലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയത്തെ മെഗാനഗരം എന്നാണ് അറിയപ്പെടുക. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുക. ഇന്ത്യയിൽ പ്രധാനമായും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് നാല് കാലങ്ങളാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പറയാം. മറ്റൊരു തരത്തിൽ 6 കാലമാണ്. ഏതൊക്കെയാണ് ആദ്യത്തെ 4 കാലം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ജൂൺ മുതൽ, ആ മഴക്കാലം തുടങ്ങുന്ന ജൂൺ മുതൽ ഓണം ഉള്ള സെപ്റ്റംബർ വരെയാണല്ലോ മഴ. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ്. ആ ജൂൺ മുതൽ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒക്ടോബർ നവംബറിൽ നമുക്ക് തുലാമഴ എന്നുള്ളൊരു മഴ വരാറുണ്ട് അല്ലേ. അത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്, അല്ലെങ്കിൽ മൺസൂണിൻ്റെ മടങ്ങി വരവാണ്. അതാണ് നവംബർ മുതൽ നമുക്ക് അറിയപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. അത് കഴിഞ്ഞാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ തണുപ്പാണല്ലേ, നമുക്കറിയാം. തണുപ്പ് കാലമാണ്, ശൈത്യകാലമാണ്. അത് കഴിഞ്ഞാൽ മാർച്ചിൽ അങ്ങോട്ട് ചൂട് തുടങ്ങും. മാർച്ച് മുതൽ മെയ് മാസം വരെ ഉള്ളത് വേനൽക്കാലമാണ്, അല്ലെങ്കിൽ ഉഷ്ണകാലമാണ്. അപ്പോൾ മാർച്ച് മുതൽ മെയ് വരെ ഉഷ്ണകാലം. അത് കഴിഞ്ഞാൽ മഴ തുടങ്ങി. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. അത് കഴിഞ്ഞാൽ ഒക്ടോബറിലും നവംബറിലും വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ തിരിച്ചുപോക്ക്. അത് കഴിഞ്ഞാൽ ഡിസംബറിൽ തണുപ്പ് കാലം. അത് ഏതുവരെ? ഫെബ്രുവരി വരെ വീണ്ടും ആവർത്തിക്കുന്നു. മറ്റൊരു തരത്തിൽ 6 കാലങ്ങളുണ്ട്. വസന്തകാലം എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിലാണ്. മറ്റേ ഉഷ്ണകാലത്തിലെ 2 മാസങ്ങൾ മാർച്ചും ഏപ്രിലും എന്താണ്? വസന്തകാലമാണ്. ഗ്രീഷ്മകാലം മെയ് ജൂൺ. അവിടെ മെയ് ജോൺ അല്ല, മെയ് ജൂൺ ആണ്. വർഷകാലം എന്ന് പറയുന്നത് ജൂലൈ ആഗസ്റ്റ് ആണ്. ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ ആണ്. ഹേമന്തകാലം നവംബറും ഡിസംബറുമാണ്. ശിശിരകാലം ജനുവരിയും ഫെബ്രുവരിയുമാണ്. അപ്പം ജനുവരി ഫെബ്രുവരി ശിശിരകാലമാണ്. അത് കഴിഞ്ഞാൽ വസന്തം എത്തുന്നു, മാർച്ച് ഏപ്രിൽ. അത് കഴിഞ്ഞാൽ ഗ്രീഷ്മം എത്തുന്നു, മെയ് ജൂൺ. അത് കഴിഞ്ഞാൽ ജൂലൈയിലും ആഗസ്റ്റിലും വർഷകാലമാണ്. അത് കഴിഞ്ഞാൽ ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ഡിസംബർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. കാർഷിക വിള ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ ഏതാണെന്ന് നോക്കാം. മരച്ചീനി തിരുവനന്തപുരംകാരാണ്. അവരെ തൊട്ട് കളിക്കേണ്ട. മരച്ചീനിയാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയാം റബ്ബർ കോട്ടയത്താണ്. റബ്ബറും മാധ്യമങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? കോട്ടയത്താണ്. എന്നാൽ ഇടുക്കി ചില്ലറക്കാരനെല്ലാം ഒരുപാട് കാര്യമുണ്ട്. തേയിലുണ്ട്, കുരുമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഏലം, ചന്ദന, ഗ്രാമ്പു, കറുവപ്പട്ട, കരിമ്പ്, കൊക്കോ, ഇതൊക്കെ എവിടെയാണ്? ഇടുക്കിയിലാണ്. തേയില, കുരുമുളക്, വെളുത്തുള്ളി, ഏലം, ചന്ദനം, ഗ്രാമ്പു, കറുവപ്പട്ട, കരിമ്പ്, കൊക്കോ, ഇതൊക്കെ എവിടെയാണ്? ഇടുക്കിയിലാണ്. കൈതച്ചക്ക എറണാകുളത്താണ്. കൈതച്ചക്കയുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് എറണാകുളത്താണ്. ഇടുക്കി പോലെയാണ് പാലക്കാടും ഒരുപാട് മുന്നിലാണ്. അരിയുണ്ട്, നിലക്കടലുണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് നമുക്കറിയാം. നെല്ലിയാമ്പതി, പരുത്തി കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഏക മണ്ണ് നമുക്കറിയാം കേരളത്തിൽ പാലക്കാടാണുള്ളത് അല്ലേ. ഡെക്കാൻ പീഠഭൂമിയിലുള്ളത് പോലെ കറുത്ത മണ്ണുള്ളത് പരുത്തി. അവിടെ കറുത്ത മണ്ണിലാണ് പരുത്തി. അതുപോലെ മഞ്ഞളും
പച്ചമുളകും പയർവർഗ്ഗങ്ങളും മാമ്പഴവും മധുരക്കിഴങ്ങും പാലക്കാടാണ്. പരി, നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയർവർഗ്ഗം, മാമ്പഴം, മധുരക്കിഴങ്ങ്. മലപ്പുറം ജില്ലയിൽ പപ്പായയും മുരിങ്ങയുമാണ് ഏറ്റവും കൂടുതലുള്ളത്. മലപ്പുറം ജില്ലയിൽ നാളികേരം കോഴിക്കോടുകാരനാണ്. അതേസമയം കാപ്പിയും ഇഞ്ചിയും വയനാടാണ്. കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എവിടെയാണ്? വയനാടാണ്. കശുവണ്ടി കണ്ണൂരാണ്. പുകയിലയും അടക്കയും കാസർഗോഡാണ്. ഇങ്ങനെയാണ്. അപ്പോൾ പുകയില, അടക്ക കാസർഗോഡ്, കശുവണ്ടി കണ്ണൂര്, കാപ്പി ഇഞ്ചി എന്ന് പറയുന്നത് വയനാട്, നാളികേരം കോഴിക്കോട്, പപ്പായ മുരിങ്ങ മലപ്പുറം. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക പ്രധാനമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഇപ്പോൾ റബ്ബർ നാണ്യവിളയാണ്, അതിന് വാണിജ്യ വ്യാവസായിക പ്രാധാന്യമാണ്. നാളികേരത്തെയും നമുക്ക് നാണ്യവിള എന്ന് വിളിക്കാം, കാരണം അതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വേറെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണെന്ത്? ഭക്ഷ്യവിളകൾ. കേരളത്തിൻ്റെ ആകെ കൃഷിഭൂമിയുടെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിളകൾ നാണ്യവിളകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാണ്യവിളയാണ്. റബ്ബറും തെങ്ങുമൊക്കെ അല്ലേ കൂടുതൽ നമ്മൾ കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ നെല്ലും മരച്ചീനിയും പയറുവർഗ്ഗങ്ങളുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ഏതാണെന്ന് ചോദിച്ചാൽ, ഭക്ഷ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ നെല്ലാണ്, 7.7%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ തെങ്ങാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് റബ്ബർ. കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ നെല്ലുണ്ടാവുന്നതും പാലക്കാടാണ്. കേരള കർഷക ദിനം ചിങ്ങം 1-നാണ്. കേരള കർഷക ദിനം ചിങ്ങം 1-നാണ്. പക്ഷേ ദേശീയ കർഷക ദിനം ഡിസംബർ 23-നാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് അറിയാമല്ലോ, കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാടാണ്. പക്ഷെ കേരളത്തിൻ്റെ നെതർലാൻഡ്, കേരളത്തിൻ്റെ ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നതും കുട്ടനാടാണ്. അപ്പോൾ കേരളത്തിൻ്റെ നെതർലാൻഡാണ്, കേരളത്തിൻ്റെ ഹോളണ്ടാണ്, പമ്പയുടെ ദാനമാണ്, ഇതൊക്കെ കുട്ടനാടാണ്. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? നെല്ലിയാമ്പതി, പാലക്കാടാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? ചിറ്റൂരാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലവും ഏതന്നെയാണ്? ചിറ്റൂരാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിൽ അടയ്ക്ക ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും കാസർഗോഡാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ, ഔഷധ സസ്യങ്ങൾ ഇതിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. 2005-ലാണ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറഞ്ഞാൽ പഴം, പച്ചക്കറി, അതുപോലെ തന്നെ സുഗന്ധവിള, കൂണുകൾ, ഔഷധ സസ്യങ്ങൾ ഇതിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ തേനീച്ച വളർത്തനത്തിന് വേണ്ടിയിട്ടും സർക്കാർ ആരംഭിച്ച മിഷനാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ തിരിച്ചു തരാം. അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഓക്കെ, അവിടെ ഇത് പഴം, പച്ചക്കറി ഇതിനൊക്കെ കൂടിയിട്ടും ആരംഭിച്ചതാണ്. പഴങ്ങൾ, പച്ചക്കറി, സുഗന്ധവിളകൾ, കൂൺ, ഔഷധ സസ്യങ്ങൾ ഇതിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ലഡാക്ക് സസ്കറാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ് പറയാം, മറ്റല്ലെങ്കിൽ ഈ ക്ലാസ് നീണ്ടുപോകും. ലഡാക്ക്, സസ്കർ, ട്രാൻസ് ഹിമാലയമാണ്. നമുക്കറിയാം ഹിമാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്. ട്രാൻസ് ഹിമാലയ നമുക്ക് ചിത്രം വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോയി, ആ ചിത്രം ഉൾപ്പെടുത്താൻ ഞാൻ മറന്നുപോയതാണ്. അതായത് നമുക്കറിയാം ഹിമാലയത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. അതിൽ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ട്രാൻസ് ഹിമാലയം. ഹിമാലയത്തെ തന്നെ പിന്നെ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിത്രം വെച്ച് നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം വെച്ച് പഠിക്കേണ്ടതാണ്. താഴെ പറയുന്നതിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? വില്യംസ് 3 താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഫ്ലാഗ് കോഡ് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്, ആ ക്ലാസ് വീണ്ടും പോയി കാണുക. 450 × 300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ പ്രബോധനം നടത്താൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 28-ൽ 1. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 28-ൽ 1. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കുക. നമുക്കിനി 23 ദിവസങ്ങൾ 24 ദിവസങ്ങൾ നമ്മൾ കഴിയാൻ പോവുക.
നമ്മൾ ഇന്ന് എടുക്കുന്നത് 23 അല്ലട്ടെ 24 25ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു ആൾ. ഞാൻ ഡേ 23 എന്നാണ് അറിയാതെ പറഞ്ഞിട്ടുള്ളത്. ഇത് 25ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്.